ഫ്ലവേഴ്സിന്റെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഗുണം എന്താണെന്നറിയാമോ, പുള്ളിക്കാരി അത് ആ പ്രോഗ്രാമിന്റെ പാട്ടായിരിക്കും. അവരിപ്പോ ആ പ്രോഗ്രാമിൽ പാട്ടായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളായിരിക്കും, ഭയങ്കരമാണ്. പക്ഷെ അത് അവർക്ക് കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് പുള്ളിക്കാരിക്ക് തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ അവർക്കത് ചെയ്യാമായിരിക്കാം. പക്ഷെ എനിക്കത് നെഗറ്റീവ്. ഞാൻ എത്തി ഉദ്യാനം വീണ്ടും ഞാൻ വന്നു. അതെ, ഞാനേ ബാത്റൂമിലെ ചെറുതായിട്ടൊന്ന് വീണേ. അപ്പൊ ചിലർക്കൊക്കെ സന്തോഷമായി കാണും, എന്നെ തെറി വിളിക്കുന്നവർക്ക് അത് ഇഷ്ടമാണല്ലോ. അപ്പൊ അതാ ഞാൻ കുറച്ച് വൈകിയേ. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ബ്ലോഗർ മറ്റാരുമല്ല, ലക്ഷ്മി നക്ഷത്ര. അപ്പൊ നമുക്ക് ലക്ഷ്മി നക്ഷത്രയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കേൾക്കാമേ. കേൾക്കാന്നല്ല, നോക്കാം. അപ്പൊ ലക്ഷ്മി നക്ഷത്രം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളി യൂട്യൂബർ എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് എന്താണ് TRP റേറ്റിംഗോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ റേറ്റിംഗ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള പ്രോഗ്രാമില്ലേ, ഫ്ലവേഴ്സിന്റെ അതെന്താണത്, സ്റ്റാർ മാജിക്. ആ സ്റ്റാർ മാജിക് ഒന്നും അല്ലാതെ കിടന്നിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു പണ്ടൊക്കെ, ആർക്കറിയാം. അപ്പൊ അതിന് ഇത്രയും, അതായത് എന്തൊക്കെ റേറ്റിംഗ് ഒക്കെ കൂടിയ ഭയങ്കര നല്ലതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും അത്യുന്നതിയിൽ എത്തിച്ച ഒരു അഭിഭാജ്യ ഘടകമാണ് ഈ ലക്ഷ്മി നക്ഷത്രം. അത് തന്നെയല്ലേ ഒരു പോസിറ്റീവ്. ഒന്നും അല്ലാതെ ഒരു പ്രോഗ്രാമിനെ നല്ല റേറ്റിംഗിലോട്ടൊക്കെ എത്തിപ്പിച്ചു, എല്ലാവരെയും എല്ലാ മലയാളികളെയും കൊണ്ട് നല്ലതെന്ന് പറയിപ്പിച്ചില്ലേ. അപ്പൊ അത് തന്നെയാണ് പുള്ളിക്കാരിയുടെ പോസിറ്റീവ്സ്. ഇനി എന്താ നെഗറ്റീവ്സ് നോക്കാം. ഈ പുള്ളിക്കാരിയുടെ മെയിൻ ആയുധം എന്താണെന്നറിയാവോ, ആളുകളുടെ ഇമോഷൻസ്. അതായത് ആ ഇമോഷൻസിനെ എങ്ങനെ എവിടെ പ്ലേസ് ചെയ്ത് എങ്ങനെ അതിനെ പ്ലേ ചെയ്യാം, അതെങ്ങനെ എന്താണ് വ്യൂസും എങ്ങനെ കിട്ടും പുള്ളിക്കാരിക്ക്. അതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ആരെന്നെ എന്ത് പറഞ്ഞാലും ഇത് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേക കഴിവാണ് മനുഷ്യന്മാരുടെ ഇമോഷൻസ് എടുത്ത് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എടുത്ത് പറയേണ്ട ഒരു ഗുണം എന്താണെന്നറിയാമോ, പുള്ളിക്കാരി ഇംഗ്ലീഷ് പറയുന്നതായിട്ടാ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി നല്ലതായിട്ട് മലയാളം അറിയാമെന്ന്. മലയാളം പറയുന്ന കേട്ടാലോ, മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയാവുള്ളൂ. ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ഏതിന്റെങ്കിലും ഒന്നിന്റെ ബേസ് പഠിക്കണം, എന്നിട്ട് വേണം ഇത് വന്ന് കിടന്ന് ഇങ്ങനെ പറയാൻ. പിന്നെ നമ്മളുണ്ടല്ലോ അതൊക്കെ കേൾക്കാൻ. അപ്പൊ ഞാൻ എന്നെയും കൂടെ കൂട്ടിയാട്ടോ പറയുന്നത്. പിന്നെ കുറെ പേര് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ സുധിച്ചേട്ടൻ മരിച്ചപ്പോഴേ അവരുടെ ഫാമിലിയുടെയും അവരുടെ വീഡിയോസ് ഒക്കെ ചെയ്ത് പുള്ളിക്കാരി കുറെ വ്യൂസ് ഒക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പൊ ആൾക്കാരെല്ലാം എന്താ പറഞ്ഞ, പുള്ളിക്കാരി അങ്ങനെ ചെയ്തത് ഭയങ്കര അവരോടുള്ള ആ ഒരു അനുകമ്പയോ അല്ലെങ്കിൽ പുള്ളിക്കാരനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഓക്കെ ഞാനും വിചാരിച്ചു ചിലപ്പോൾ അത്ര അറ്റാച്ച്ഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങോട്ടില്ലേ അതുപോലത്തെ കണ്ടിന്യൂസ് പരമ്പരയാണ്. ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോവുക, അവരോട് വീഡിയോ ചെയ്യുക. ഇതെന്തിനാണ് ഇത്? പുള്ളിക്കാരിക്ക് ഓൾറെഡി ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇതും കൂടെ കുത്തിക്കയറ്റി വീണ്ടും ഇങ്ങനെ ആൾക്കാരെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ ഈ ലക്ഷ്മി നക്ഷത്രയ്ക്ക്? അല്ലെ, ഞാൻ ചോദിക്കുന്നതിന് തെറ്റുണ്ടോ? എനിക്കറിയില്ല, ഞാൻ എന്റെ കുശുമ്പോണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ആ പുള്ളിക്കാരി എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് എടുത്ത് പ്ലേ ചെയ്ത്, അതായത് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ മലയാളികൾക്ക് നമ്മളിപ്പോ അങ്ങനെ എന്താ പറയുന്നത്, അത്രയും അങ്ങനെ ഒന്നും ഒരു കഴിവില്ലാതെയോ അല്ലെങ്കിൽ ഇപ്പം സാമ്പത്തികമായിട്ടും അങ്ങനെ എന്തെങ്കിലും രോഗത്താലൊക്കെ കഷ്ടപ്പെടുന്ന ഒരാൾക്കാരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അനുകമ്പ കാണിക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടമില്ല, അവര് നല്ലതാണ്. ഇനി അങ്ങനെ പറയാനാണോ ഈ പുള്ളിക്കാരി അങ്ങനെ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുവാണ്. അത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ കാണുന്നവർക്ക് തോന്നും ഭയങ്കരമാണ്. പക്ഷെ അത് അവർക്ക് കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് പുള്ളിക്കാർക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതെല്ലാം എടുത്ത് യൂട്യൂബിൽ ഇടുമല്ലേ. നമ്മളിപ്പോൾ ഒരാൾ കൊടുക്കുക, ഇപ്പൊ നമ്മൾ സിൻസിയർ ആയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്തിനാ ഈ ആൾക്കാരൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. അവർ ആ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ലക്ഷ്മി നക്ഷത്രം എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു തരുന്നത്. അപ്പൊ നമ്മളല്ല എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ആൾക്കാർ അപ്പൊ അവർ ചിലപ്പോൾ അറിയാതെ പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് കളയാമല്ലോ. ഇതിപ്പം കേക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ അവിടെ ഇട്ടേക്കുക ചെയ്യുന്ന സഹായം മൊത്തം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പുള്ളിക്കാരി യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും ആൾക്കാരെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി അതിനകത്തുള്ള കറുത്ത ആളുകളെ അല്ലെങ്കിൽ വണ്ണമുള്ളവരെ, അവരെയൊക്കെ പുള്ളിക്കാരി അത് ആ പ്രോഗ്രാമിന്റെ പാട്ടായിട്ട് ഫണ്ണി ആയിട്ട് പറയുന്ന, ഒരു ഫണ്ണിന് വേണ്ടി പറയുന്ന. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ സത്യഭാമ എന്ന് പറയുന്ന ആ വ്യക്തി വന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ളവരൊക്കെ കൂടെ കളിക്കുന്നതോ അല്ലെ അവർ കാണുന്നതൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ നമ്മളൊക്കെ എന്തോരം റിയാക്ട് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ മഞ്ജു പത്രോസ് ഇല്ലേ, ആ നടി, അവരൊരു എന്തോ ഒരു പ്രൊമോഷന്റെ എന്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ ബിനു അടിമാലി അതിനകത്ത് പുള്ളി ഒരു ഫണ്ണി ആയിട്ട് എന്തോ പറഞ്ഞ പുള്ളിയെ തടി കൂടുതലാണോ വണ്ണം കൂടുതലാണോ എന്നുള്ള രീതി പറഞ്ഞതാ. അവർ ഓൺ ദ സ്പോട്ട് തന്നെ പറയുന്നുണ്ട് ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ പറയുന്നവർക്ക് ഇഷ്ടമില്ലെന്ന്. അപ്പൊ ഞാൻ പറയുന്നത് ഈ എത്ര തന്നെ പ്രോഗ്രാമിന്റെ പാട്ടായാലും ഇത് എന്നും ഇങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവരുടെ കുറവുകൾ ചിലപ്പോൾ അവർ തമ്മിൽ ചിലപ്പോൾ അത്രയും ക്ലോസ് ആയിരിക്കും, അറ്റാച്ച്ഡ് ആയിരിക്കും, അറിയത്തില്ല. പക്ഷെ നമുക്ക് കേൾക്കുമ്പോഴേ അത് അങ്ങനെ ഒരു ബോഡി ഷേമിങ്ങിന്റെ ഒരു അതിലോട്ട് പോകുന്നില്ലേ എന്ന് എനിക്കൊരു ഇതാണ്. അത് എന്റെ മാത്രം തോന്നലാണ്, തികച്ചും പേഴ്സണൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. പക്ഷെ എനിക്കതൊരു ചിലർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടായിരിക്കും. അവരിപ്പോ ആ പ്രോഗ്രാമിൽ പാട്ടായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് പറ്റുള്ളായിരിക്കും അങ്ങനെ അവർ കളിയാക്കുമ്പോൾ. അതൊക്കെ ഈ ലക്ഷ്മി നക്ഷത്രം പോലുള്ള ഒരാൾ എത്ര തന്നെ പ്രോഗ്രാമിന്റെ ആണെങ്കിലും അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അത് നിർത്താം. അതെനിക്ക് എന്റെ ഒരു സജഷൻ ആണ്. ഓക്കെ. പിന്നെ പുള്ളിക്കാരിയുടെ ഇപ്പത്തെ എപ്പിസോഡ്സിലൊക്കെ പുള്ളിക്കാരിയുടെ ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തോ പുള്ളിക്കാരി മനഃപൂർവ്വം ഒരു കോമാളി ആക്കുവാണോ, അല്ലെങ്കിൽ ഈ കോസ്റ്റ്യൂം ഡയറക്ടറോട് ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ആളോടെ ഈ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ ഇനിയിപ്പോ ഇവരിങ്ങനെ കോമാളി ആക്കിയാലേ ഇവർക്ക് വ്യൂസ് കിട്ടുള്ളൂ? എനിക്കറിയില്ല. കണ്ണാടി നോക്കുന്നുണ്ടോ ഇല്ലോ? പിന്നെ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അവരുടെ ശരീരം, അവരുടെ ചോയ്സ്, അവരുടെ ഡ്രസ്സ് അല്ലേ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നെഗറ്റീവ്സ് ആണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എനിക്കിഷ്ടമില്ല ഇപ്പത്തെ എപ്പിസോഡ്സിലൊക്കെ ലക്ഷ്മി നക്ഷത്രം തന്നെ ചിലപ്പോൾ കണ്ണാടി നോക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടും ആ ഡ്രസ്സൊക്കെ. അത് ഭയങ്കര എന്തോ ഒരു കോമാളി പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാ വരുന്നത്. പിന്നെ ഡ്രസ്സെല്ലാം ഓരോരുത്തരുടെ ആഗ്രഹവും ഇഷ്ടമൊക്കെ ആണല്ലോ അല്ലെ. അപ്പൊ അവർക്കത് ചെയ്യാമായിരിക്കാം. പക്ഷെ എനിക്കത് നെഗറ്റീവ് എന്നല്ല, അതൊരു ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഉടനെ വരാൻ, എനിക്ക് കൈ വയ്യാതിരിക്കോ വീണിട്ടേ. അപ്പോ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും നിങ്ങളുടെ സ്വന്തം ഷംന.